കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ ശാന്തസുന്ദരമായ ഗ്രാമീണ സംസ്കാരം നിലനിർത്തുന്ന കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ച അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമാണ് നീലേശ്വരം. കടലും കായലും കുന്നുകളും തേജസ്വിനി പുഴയും അതിരിടുന്ന ഭൂമി. മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടിയ നീലേശ്വരം വടക്കിന്റെ കുമരകം എന്നറിയപ്പെടുന്നു. കായൽ സൗന്ദര്യത്തിന്റെ അനുഭൂതിയും അറബിക്കടലിന്റെ നോക്കത്താ ദൂരത്തുള്ള ദൃശ്യഭംഗിയും ചരിത്രത്തിന്റെ പാരമ്പര്യവും സാംസ്കാരിക തനിമയും ഒത്തുചേരുമ്പോൾ അത് വിനോദസഞ്ചാരികളുടെ ഇഷ്ടതുരുത്തായി നീലേശ്വരത്തെ മാറ്റുന്നു. നീലേശ്വരം രാജകൊട്ടാരവും ക്ഷേത്രങ്ങളും, അഴിത്തല ബീച്ച്, ഹൌസ് ബോട്ട് ടെർമിനൽ, അഞ്ചാംതുരുത്തിയിലെ ദ്വീപുകൾ, കൂവപ്പാറയിലെ ഗുഹകൾ, അച്ചൻകല്ല്, മാനൂരി വെള്ളച്ചാട്ടങ്ങൾ, നീലേശ്വരം പാലായി ഷട്ടർ കം ബ്രിഡ്ജ്, കയ്യൂർ കയാക്കിംഗ്, നീലേശ്വരത്തോട് ചേർന്ന് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, കാവിൽ ഭവൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് നീലേശ്വരം. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിരവധി റിസോർട്ടുകൾ ഈ പ്രദേശത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടെന്ന് മാത്രമല്ല, അവ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗിന്റെ പ്രധാന കേന്ദ്രം കൂടിയാണ്. കാർഷിക സർവകലാശാല, കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് ഉൾപ്പെടെ നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 2 കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവ നീലേശ്വരം സ്റ്റേഷന്റെ വിളിപ്പാടകലെയാണ്. തീർത്ഥാടന വിനോദസഞ്ചാരത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രധാന കേന്ദ്രം കൂടിയാണ് നീലേശ്വരം. കേരളത്തിലെ അപൂർവം ശാക്തേയ കാവുകളിലൊന്നായ ശ്രീ മന്നൻപുറത്തുകാവ്, തളിയിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, നീലേശ്വരം രാജവംശത്തിന്റെ തിരിശേഷിപ്പുകളായ രാജകൊട്ടാരം, പൂവിലകങ്ങൾ, ചിറ, ജാതിമത ഭേദമന്യേ ഭക്തരെത്തുന്ന മരക്കാപ്പ് കടപ്പുറം, സിയാറത്തിങ്കര പള്ളി, പേരോൽ സെന്റ് പീറ്റേഴ്സ് പള്ളി, അപൂർവ തെയ്യങ്ങൾ കിട്ടിയാടുന്ന കോട്ടപ്പുറം ക്ഷേത്രം ഉൾപ്പെടെയുള്ള കഴകങ്ങൾ, ഇവയുടെയൊക്കെ കവാടമാണ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വന്നെത്തുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ അതിന്റെ ഉയർച്ചയിൽ NRDCയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. NRDCയുടെ പരിശ്രമഫലമായി ഇക്കാലയളവിൽ നിരവധി തീവണ്ടികൾക്ക് സ്റ്റോപ്പ് ലഭിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, തിരുവനന്തപുരം, കോയമ്പത്തൂർ എന്നീ പ്രധാന നഗരങ്ങളെയും ഒപ്പം ഗോവ, ആഗ്ര എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും, തിരുപ്പതി, മൂകാംബിക, ഗുരുവായൂർ, തിരുവനന്തപുരം, പത്മനാഭസ്വാമി ക്ഷേത്രം എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തീവണ്ടികൾ നീലേശ്വരത്തു നിന്നും ലഭ്യമാണ്. യാത്രക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള ബൾക്ക് ബുക്കിംഗ് സംവിധാനം നീലേശ്വരം സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ആ സൌകര്യം യാത്രക്കാർക്ക് വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി NRDCയുടെ നേതൃത്വത്തിൽ സൌജന്യ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത കാലത്തായി സ്റ്റേഷന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നവീകരണം, പ്ലാറ്റ്ഫോമുകളുടെ വികസനം, യാത്രാ ഇനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 8 കോടി രൂപയാണ് വരുമാനം. ന്യൂഡൽഹിയിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ P. മനോജ് കുമാറിന്റെ നേതൃത്വമാണ് NRDCയുടെ കരുത്ത്. അതോടൊപ്പം കക്ഷിരാഷ്ട്രീയ ജാതിമത ഭേദമന്യേ നീലേശ്വരത്തിന്റെ ഉയർച്ച മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന NRDC ഭരണസമിതി അംഗങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും ഈ കൂട്ടായ്മയുടെ മുതൽക്കൂട്ടാണ്. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമെന്ന പേരിൽ അടയാളപ്പെട്ട ഈ നാടിനും അതിന്റെ തിലകച്ചാർത്തായി വിരാജിക്കുന്ന റെയിൽവേ സ്റ്റേഷനും വികസന വഴിയിൽ അനുസ്യൂതം യാത്ര തുടരേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഈ സ്റ്റേഷന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ നീലേശ്വരത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായമുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ് NRDCയെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾക്ക് കൈകോർക്കാം നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ വൻ കുതിപ്പിനായി.